പൂങ്കൊടിയേ, ആ പാർത്തൻ എവിടെ? കിടന്ന് ഉറങ്ങുന്നു. ആ കൊള്ളാം. ഇത് ബോധം വെക്കണമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ചേനത്തണ്ടം മാതിരി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇന്നലെ നല്ല കീറി കാണാം. അതെ, എന്നാ പിന്നെ ഇല്ലാത്തത്? പാർത്ത, എടാ പാർത്ത, നിനക്കെന്താടാ തലയ്ക്ക് വെളിവില്ലേ? കല്യാണത്തിന് പോകണ്ടേടാ. കല്യാണം? എന്ത് കല്യാണം? എടാ നമ്മുടെ കാക്ക ബാലുവിന്റെ കല്യാണമാണ് ഇന്ന് ഗുരുവായൂർ വെച്ച്. നമുക്ക് പോകണ്ടേ? കല്യാണത്തിനൊന്നും ഞാനില്ല. ഗുരുവായൂരാണെങ്കിൽ ഇല്ലേ ഇല്ല. ദേ ഇപ്പൊ കാല് മാറുന്നോ? എടാ നീയല്ലേ പറഞ്ഞത് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണമെന്ന്? ഇപ്പൊ എല്ലാ സെറ്റപ്പും റെഡിയാടാ അവിടെ. എന്ത് സെറ്റപ്പ്? മൈതാനം ജാനകി, ആ വക പരിപാടിക്കൊന്നും ഞാനില്ല. അതൊക്കെ നിർത്തി മക്കളെ. മൈതാനം വേണ്ടെങ്കിൽ വേണ്ട. എടാ ഗോപനും കൂട്ടിനും പുറപ്പെട്ടു കഴിഞ്ഞു. നീ വാ. സുലൈമാൻ എവിടെ? അവനിപ്പോ എങ്ങെത്തും. നീ ഒന്ന് ഇറങ്ങിയാ മതി. ഞാൻ വരണോ? പിന്നെ വരാതെ. നീ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷവാടാ. വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് ഇതുതാൻ പരിപാടി. അപ്പൊ ഓക്കെ. മതി അന്വേഷിച്ചത്. 1-ാം തീയതി സാധനം കിട്ടില്ലെന്നേ കുടിയന്മാർ ആലോചിക്കണം. ബുദ്ധിയുള്ള കുടിയന്മാർ സാധനം തലേ ദിവസം സ്റ്റോക്ക് ചെയ്യും. ഒന്നുമില്ലാതെ അങ്ങോട്ട് ചെന്നാ പാർത്തൻ. അത് കുഴപ്പമാണല്ലോ. ഒരു കാര്യം ചെയ്യും, നീ നല്ല കൊട്ടുപടി കിട്ടുമോ? എന്തിനാ? തലക്കടിക്കാനോ? അല്ല, തലയ്ക്ക് പിടിക്കാൻ. നീ വണ്ടി ഇറ. കുടിയന്മാരുടെ കുടിമുട്ടിക്കുന്ന 1-ാം തീയതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ചൂട് തലച്ചാരയം സെറ്റപ്പാക്കി തന്ന ഗോപൻ കീ. ഗുരുവായൂർ വന്ന് കുളിച്ചു തൊഴുന്നതിന് പകരം എന്തിനാ ഇങ്ങനെ? എന്തിന്റെ കേടാ നിനക്ക്? ഗുരുവായൂർ വന്ന് എല്ലാ മാസവും 1-ാം തീയതി കുളിച്ചു തൊഴാൻ ഞാനുള്ളപ്പോൾ പിന്നെ വേറെ ആളെന്തിനാ? നീ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ഇങ്ങനെയല്ലാതെ പിന്നെ ഇങ്ങനെ കുടിക്കാൻ പറ്റും. എന്തിനാ കുടിക്കുന്നതെന്ന്? എന്തിനാ ഇങ്ങനെ വലിച്ചു മോന്തി കുടിക്കുന്നതെന്ന്? ചെറുപ്പത്തിലെ മുലകുടി നിർത്തി. പിന്നെ എന്തെങ്കിലും ഒരു കുടി വേണ്ടെന്ന് വിചാരിച്ച് ഈ കുടി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. എന്നാ പിന്നെ വല്ല പാലും മേടിച്ച് കുടിച്ചാൽ അത് നിന്റെ ശരീരത്തിൽ പിടിക്കൂലേ? ശരീരത്തിൽ പിടിക്കും, പക്ഷെ തലയ്ക്ക് പിടിക്കൂലല്ലോ. തലയ്ക്ക് പിടിക്കണമെങ്കിൽ നീയൊക്കെ ഈ ആനമൈക്ക് തന്നെ കഴിക്കണം. അതെ, ആനമൈക്ക് തന്നെ കഴിക്കണം. ഈ ആനമൈക്ക് 2 അടിച്ചിട്ട് വേണം എനിക്ക് ഗുരുവായൂർ കേശവൻ നടക്കുന്ന പോലെ ചെവിയെ കാട്ടി ഒന്ന് നടക്കാം. അല്ല വാർത്ത, എനിക്കൊരു സംശയം. ഈ ആനകൾക്കൊക്കെ ഹിന്ദുക്കളുടെ പേരിടുന്നത് എന്തുകൊണ്ടാ? എന്തുകൊണ്ട് ക്രിസ്ത്യൻസിന്റെ പേരിട്ടുകൂടാ? ഏത് പാത്രത്തിൽ മാമോദീസ മുക്കും? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മുസ്ലിംസിന്റെ പേരിട്ട് എന്താ കുഴപ്പം? എവിടെ കൊണ്ടുപോയി ആര് സുന്നത്തി? കളികൾ വെച്ചു നടന്നു കണ്ണൻ, നല്ല കാർണികം കൊണ്ട് കളിച്ചു കണ്ണൻ. കളികൾ വെച്ചു നടന്നു കണ്ണൻ, നല്ല കാർണികം കൊണ്ട് കളിച്ചു കണ്ണൻ. മണ്ഡപം ഉണ്ടാക്കി വച്ചു കണ്ണൻ, മണ്ണു തിന്നിട്ട് കള്ളം പറഞ്ഞു കണ്ണൻ. ഗുരുവായൂർ വാറ്റുചാരായം കഴിച്ച് 3 പേര് മരിച്ചെന്ന്. അതിൽ നമ്മുടെ പാർത്ഥേട്ടനും ഉണ്ടെന്ന്. സുലൈമാനെ പോയടാ, നമ്മുടെ രമേശനും പോയി.
എന്താ വിളിച്ചേ? എന്താ തുറക്കുന്നില്ലേ? പാർത്ഥൻ, പാർത്ഥൻ, കണ്ണു തുറന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. ആണോ? പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറി കിടത്തി ബോഡിക്ക് ജീവൻ വെക്കാന്ന് വെച്ചാ ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചെന്ന് അറിയാനാ മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത്. പറയൂ, നടന്നതെല്ലാം പറയൂ. അറിയാം, എല്ലാം അറിയാം. കല്യാണത്തിന് പോയതാണല്ലോ. കല്യാണം കഴിഞ്ഞൊന്ന് കൂടാൻ തീരുമാനിച്ചു. 1-ാം തീയതി സാധനം കിട്ടാനില്ല. അതുകൊണ്ട് പൊന്നപ്പന്റെ കനാലും കെട്ടൻ ഒരു 2 അടിച്ചിട്ട് പാട്ടും കൂത്തുമായിട്ട് ഞങ്ങളൊരു ആഘോഷമായിരുന്നു. എന്നിട്ട് പാർത്ഥന്റെ ഓർമ്മശക്തിക്ക് വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോന്ന് അറിയാനാ ഞാൻ വീണ്ടും ചോദിക്കുന്നത്. എന്താ പറയൂ, പറയാ. വിടരുന്നവനെ! അവന്റെ തലയിൽ പീലി. എന്താ പാർത്ഥ ഇത്? ആ തലയിൽ പീലി വെച്ച ആളാ എന്നെ മോർച്ചറിയിൽ നിന്ന് വിളിച്ചെണിപ്പിച്ചത്. കൂൾ ഡൗൺ. അത് പാർത്ഥന്റെ വെറും തോന്നലാ, ഹാലൂസിനേഷൻ. വാറ്റടിച്ച ശേഷം നടന്ന എന്താണെന്ന് പറഞ്ഞു. സംഗതി ഒരു 2-3 റൗണ്ട് അകത്താക്കി നല്ലൊരു ഓളത്തിൽ ഞങ്ങൾ ഇങ്ങനെ പാട്ടും പാടിയിരിക്കുമ്പോ എടുത്തിട്ട് അടിച്ച പോലെ ഒരു 3 പ്രാവശ്യം ശർദ്ദല. പിന്നെ ആരോ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയത് ഇടനാഴിയെ കൂടെ സ്ട്രെച്ചറിൽ പോയതൊക്കെ ഒരു നേരി ഓർമ്മയുള്ളൂ. പെട്ടെന്ന് എവിടുന്ന് ഒരു വെളിച്ച ഒരു ഒറ്റ വരവ മുഖത്തേക്ക്, പിന്നെ ഒരു ഒറ്റ പോക്കല്ലേ ഒരു ദ്വാരത്തെ കൂടി. ആ ചുറ്റും വർണ്ണ കാഴ്ചകൾ, നക്ഷത്രങ്ങൾ, മാലാകമാർ, പിന്നെ കുരുത്തോലകൾ. അങ്ങനെ പോയി ചെന്ന് കണ്ടത് എന്താണെന്നറിയാമോ? അതും കണ്ടോ? അതല്ല, 10,000-കണക്കിന് മയിൽപീലികൾ ഇങ്ങനെ ഇളകി ആടുന്നു. അപ്പ എവിടെ നിന്നോ ദേ വരുന്നു ഒരു അല്ല പിന്നെ വേണുനാഥം. പോക്ക് നോക്കിയേ, ഡോളിയിൽ ഇവിടുന്ന് മലക്കി പോകുന്നു. എന്താ പാടത്ത് പണിയെടുത്തോണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് 3-4 തവണ ഛർദ്ദിച്ചു. അന്നേരം തുടങ്ങിയതാ ഈ വലിവ്. വണ്ടി എടുക്കണ? വണ്ടിയല്ല, നമ്മുടെ വണ്ടി എടുക്കാം. വിട്, ശ്വാസം വിടാൻ. ടയർ പഞ്ചറാ. ഓ നാശം. സ്റ്റെപ്പിനി എവിടെ? ഒറിജിനൽ വീട്ടിലാ. സ്റ്റെപ്പിന് ഷെഡിലുണ്ട്. പാർത്ത നിക്ക്, നീ എങ്ങോട്ടാ? ഓ എങ്ങോട്ടാണെന്നോ? ആശുപത്രിയിലേക്ക്. അതെനിക്കറിയാൻ പാടില്ല. എന്തിനാ ചോദിച്ചത്? ആര് ചോദിച്ചു? നീലപ്പ ചോദിച്ചത്. എടാ നിന്റെ തലയ്ക്ക് ഭ്രാന്തായോ? എടാ നോക്കിക്കാ, ഗോവിന്ദന്റെ ആശുപത്രിക്കാൻ നോക്ക്. അല്ല, എന്റെ അടുത്ത് ആരോ ചോദിച്ചു. ആശുപത്രിയിലൊന്നും പോകണ്ട, കുറച്ച് കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുത്താൽ മതി. എങ്കിൽ പിന്നെ നിനക്ക് നേരത്തെ എന്ത് ഇപ്പൊ ശബ്ദം മാറ്റി പറഞ്ഞത്? എന്ത് പറഞ്ഞു? ആശുപത്രി പോണ്ടെന്നത്. ആര് പറഞ്ഞു? നീയല്ലേ ഇപ്പൊ പറഞ്ഞത്? പടച്ചോനെ, ഇത് പോക്കാ. ആ ഡോക്ടർ അപ്പോഴേ പറഞ്ഞത് ഇനി ആൾ നോർമൽ ആയിരിക്കില്ലെന്ന്. നോക്കണ്ട. അവിടെ നോക്കി നിൽക്കാതെ കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുക്കു പാർത്ത. ഓ അത് ഞാനാണോ കൊടുക്കണ്ടത്? എന്തൊരു കഷ്ടം. ആശുപത്രി പോണ്ട, ആശുപത്രി പോണ്ട. ഇത്തിരി കുരുമുളകും മറ്റേ സാധനവും കൂടി അങ്ങ് അരച്ചു കൊടുത്താൽ മറ്റേ സാധനം കഴിച്ച ഈ പരുവത്തിലായത്. അതല്ല, കത്തുന്ന സാധനം. അത് കഴിച്ചു ഉള്ളതും കൂടെ കത്തിപ്പോയി. അതല്ല നീ കത്തിച്ച കത്തുന്ന സാധനം. പടക്കം. അതല്ല, ഈ അമ്പലത്തിലൊക്കെ കത്തിക്കുന്ന കർപ്പൂരം. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ചങ്ങ് കൊടുത്താൽ മതി. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ച് കൊടുക്കടി. എന്താ ഇത് മോനെ? അമ്മേ, ആ പൂജാമുറിയിലെ വിളക്കിൽ ഇത്തിരി എണ്ണ ഒഴിച്ചേ. തിരി ഇപ്പൊ കെടും. ചെല്ല്.
നടന്നു കണ്ണൻ എല്ലക്കാർ നിറം കൊണ്ടു കളിച്ചു കണ്ണൻ മണ്ഡപമുണ്ടാക്കി വച്ചു കണ്ണൻ മണ്ണു തിന്നിട്ട് കള്ളം പറഞ്ഞു കണ്ണൻ എല്ലാരും ഇവിടെ എന്റെ കയ്യില് ചില്ലറയില്ല. അവരോട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാൻ പറ. ഇവര് നീ ഉദ്ദേശിക്കുന്ന പോലുള്ള ആൾക്കാരല്ല. പിന്നെ അഗതികളാണ് അഗതികൾ. ഈ അഗതികൾക്ക് ഇനി സ്വാമി മാത്രമേ ആശ്രയമായിട്ടുള്ളൂ അല്ലേ? ഏത് സ്വാമി? ഈ സ്വാമി അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? സ്വാമി ഇങ്ങ വന്നേ പറഞ്ഞുതരാം. അതെ, ലക്ഷങ്ങളുടെ വകയായി നിൽക്കുന്നത്. ഈ പിച്ചക്കാരാ? പിച്ചക്കാരോ? ഇവരൊക്കെ പിച്ചക്കാരാണെന്നാ നിന്റെ വിചാരം? പിന്നെ സർക്കാർ ആശുപത്രിയിലെ രോഗികളാ. അവരെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? സർക്കാർ ഡോക്ടർമാർ വഴി സമരത്തിലല്ലേ? ഓ, കംപ്ലീറ്റ് രോഗികൾ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുക. ദേ ആ പുറത്ത് നിൽക്കുന്നതേ ഒരൊറ്റ വാർഡിലെ രോഗികളാ. ഇനിയും കൊണ്ടൊരു പൂരത്തിലുള്ള ആള് വേറെ. ഇവരെയൊക്കെ നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഓ, പറഞ്ഞു തരാ. ആ ഗുരുവായൂർ സംഭവത്തിന് ശേഷം നിനക്കെന്തോ ദിവ്യത്വം കൈ വന്നിട്ടുണ്ടെന്ന് നാട്ടിൽ മൊത്തം പാട്ടായിരിക്കുക. കർപ്പൂരം കൊടുത്ത് കിളവന്റെ ദീനം മാറ്റുന്നു, മുറിയിലെ വിളക്കണഞ്ഞത് മുറ്റത്ത് നിന്ന് അറിയുന്നു. ഇതൊക്കെ ഞാനിപ്പോ സ്റ്റാൻഡിൽ നിന്ന് പ്രസംഗിച്ചിട്ടാ വരുന്നത്. നീ ആ ദ്വാരത്തിൽ കൂടി പോയത് കേട്ടപ്പോ നാട്ടുകാർ മുഴുവൻ അങ്ങ് കോരിത്തെരിച്ചു പോയില്ലേ? ആ കിളവന് കൊടുത്ത പോലെ എന്തെങ്കിലും കൊടുത്ത് ഇവരുടെ ദീനം മാറിയാൽ പിന്നെ നീ നാട്ടിൽ ആരാ വാർത്ത? ആരാ? ദിവ്യനല്ലേ, ദിവ്യൻ. അഗതികൾക്കായി നമുക്കൊരു ആശ്രമം തുടങ്ങാം. നീ മഠാധിപതി, സ്വാമി പാർത്ഥാനന്ദ തിരുവടികൾ. കൈ ചുരുട്ടി ഞാനൊന്ന് തന്നാണ്ടല്ലോ. നീ നിന്തിരിവടിയല്ല പാട്ടിയായി പോവും. എന്നാ പൊട്ടിയിലടാ, പൊട്ടിയില്. രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞത് എനിക്ക് തന്നെ പൊട്ടിയില്. നാട്ടുകാരെ അന്നാക്കി നടന്നോ നീ? ആകെ കൂടിയുള്ളത് ആ കട്ട വണ്ടിയാ. ഇപ്പൊ തന്നെ എഞ്ചിൻ പണി 8 പ്രാവശ്യം കഴിഞ്ഞു. എടാ, നമുക്ക് ആ പൂങ്കൊടിയെ കെട്ടിച്ചു വിടണ്ടേ? തറവാട് തിരിച്ചു വാങ്ങണ്ടേ? ആ കള്ള തമ്പിയോടും മകളോടും പ്രതികാരം ചെയ്യണ്ടേ? പിന്നെ ഇതിനൊക്കെ ചങ്കുറ്റം മാത്രം പോരാ, കയ്യിൽ ഒരു സാധനം കൂടി വേണം. പണം. കേട്ടിട്ടില്ലേ? പണത്തിന് മീതെ പരുന്തും പറക്കൂല. കാറ്റ് വീശുമ്പോ തൂറ്റാൻ പഠിക്കണോടാ, അതാണ് ബുദ്ധി. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പറഞ്ഞു വിട്ടേക്കാം. അതെ, നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ എന്തു പക്ഷേ? അല്ല, ഈ ആശ്രമവും മഠാധിപതി എന്നൊക്കെ പറയുമ്പോ അതിനൊരു പ്രായവും പക്വതയൊക്കെ വേണ്ടേ? അയ്യോ, ഒരു പ്രായവും പക്വതയും വേണ്ട. രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാത്തവൻ, സിനിമയിൽ ചാൻസ് ഇല്ലാത്തവൻ, എന്തിനധികം തേരാപ്പാര തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരെ മഠാധിപതികളാവുന്നില്ലേ? പിന്നെ നിനക്കായാലെന്താ? ഒന്നുമില്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസമില്ലേ? അതൊക്കെ എന്റെ പേരെന്താ പറഞ്ഞത്? സ്വാമി പാർത്ഥാനന്ദ തിരുവടികൾ. അപ്പൊ നിന്റെ പേരോ? സുലൈമാൻ റാവുത്തർ. അല്ല, അത് ശരിക്കുള്ള പേര്. ഓ, സ്വാമി സുലൈമാൻ സ്വാമി. ഓ, ഈ അയ്യപ്പനും വാവരും എന്നൊക്കെ പറയുന്നത് പാർത്തനും സുലൈമാനും. പിച്ചക്കാര് പാടുന്നു. അയ്യോ, പിച്ചക്കാര് പാടുന്നതല്ല, അത് ഞാൻ സെറ്റപ്പ് ചെയ്തതാ.